നാരായണ നാരായണ നാരായണ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനുന്തേ ചരിതൈസ്ത്വദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമത്തൗമി പ്രസീദാച്യുത മാരുതേശ. വാഴകുന്നം ഗുരുവരൻ വാസുദേവദ്വിജോത്തമൻ വാതാലയേശ സൽഭക്തൻ വെൽവൂ വിശ്വൈകവിശ്രുതൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ദിവ്യമായ ഏകാദശ സ്കന്ധത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. സജ്ജനങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞവരൊക്കെ നമ്മളെ ഓർമ്മിപ്പിച്ചു. മോക്ഷം, മുക്തി, അതാണ് ഏകാദശത്തിൻ്റെ ലക്ഷണമായിട്ട് തന്നെ പറയണത്. അത് ആദ്യമേ പറഞ്ഞു. പ്രഥമസ്കന്ധം 9 അധ്യായങ്ങൾ കുറച്ചെന്ന് 19 അധ്യായം ആവണതിന് മുൻപ് തന്നെ അത് ഓർമ്മിപ്പിച്ചു. ദ്വിതീയ സ്കന്ധത്തിൽ അത് വിശദീകരിച്ചു. 10 അധ്യായം ആയപ്പോഴേക്കും ഓരോന്നും സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം, ഇങ്ങനെയാണ് ദ്വിതീയം മുതൽ തൃതീയം മുതൽക്കുള്ള ഓരോ സ്കന്ധങ്ങളും നമ്മൾ വിവരിക്കേണ്ടത്. സർഗവിസർഗങ്ങൾ തൃതീയം ചതുർത്ഥം. ഈ സർഗവിസർഗങ്ങളിൽ കൂടെ സൃഷ്ടിക്കപ്പെട്ട ജീവികൾക്കൊക്കെ ഉള്ള സ്ഥാനം പഞ്ചമസ്കന്ധം. ആ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എവിടെയാണെങ്കിലും ആ ജീവജാലങ്ങൾക്കൊക്കെ ഭഗവാൻ നൽകുന്ന പോഷണത്തിൻ്റെ രീതി. പിന്നെയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതികൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വൈവിധ്യമാർന്ന ശക്തികൾ എടുത്തുകൊണ്ടുള്ള അവിടുത്തെ അടുത്തേക്കുള്ള ആ നീങ്ങൽ. ഊതയ കർമ്മവാസനാഹ, വൈവിധ്യമാർന്ന കർമ്മവാസനകളിൽപ്പെട്ടവർ ഹിരണ്യകശിപുവിൻ്റെ, ഹിരണ്യാക്ഷൻ്റെ, പ്രഹ്ലാദൻ്റെ, എന്തിന് വൈവിധ്യമാർന്ന വൃത്രാസുരൻ്റെ, ദേവേന്ദ്രൻ്റെ, ഇങ്ങനെയുണ്ടോ കർമ്മവാസനകൾ എന്നൊക്കെ തോന്നിക്കും. ഊതയ കർമ്മവാസനാഹ, ആ ഊതികളുടെ വൈവിധ്യം അവിടെ നല്ലോണം കഥയിലൂടെ പറഞ്ഞു. പിന്നെ അഷ്ടമസ്കന്ധം മന്വന്തരം. പിന്നെ നവമസ്കന്ധം ആയപ്പോഴേക്കും ഈശാനുകഥകൾ. കോടിക്കണക്കിന് സൂര്യസോമവംശത്തിലെ അനവധി വംശങ്ങൾ പറഞ്ഞ അതിലത്തെയൊക്കെ രാജാക്കന്മാരുടെ കഥകൾ. ഈശ്വരന്മാരൊക്കെ ഉള്ളതിനേക്കാൾ ശക്തി ഉണ്ടല്ലോ ഈ സാധാരണക്കാർ തോന്നുന്ന ആളുകളൊക്കെ, ഈ ക്ഷത്രിയർക്ക്, ഈ രാജാക്കന്മാർക്ക്, ഈ വംശത്തിലുള്ളവർക്ക്, ആ വംശത്തിലുള്ളവർക്ക് എന്നൊക്കെ തോന്നിക്കും. ഈശാനുകഥ. അത് കഴിഞ്ഞിട്ടാണ് നിരോധം. ഇവരൊക്കെ ഭഗവാനിൽ നിന്നുണ്ടായി, ഭഗവാനിൽ നിന്ന് ഭഗവാനിൽ തന്നെയാണ് ലയിച്ചു ചേരണത് എന്ന് ഓർമ്മിപ്പിക്കുന്ന മനോനിരോധത്തിൻ്റെ കഥ അത് പറഞ്ഞു. അതിനാണ് കൃഷ്ണകഥകളുടെ 90 അധ്യായം നമുക്ക് കേൾപ്പിച്ചു തന്നത് ശ്രീശുകൻ. അന്ന് സൂതൻ, ശൗനകൻ തുടങ്ങിയവരുടെ സംഭാഷണത്തിലൂടെ, പിന്നെ നിരവധി സജ്ജനങ്ങളുടെ സംഭാഷണത്തിലൂടെ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നിതാ മുക്തി. മുമുക്ഷുക്കളാവണം. ആ മുക്തി എങ്ങനെ കിട്ടും? നവയോഗികളുടെ കഥയിലൂടെ അത് ആദ്യം പറഞ്ഞു. മുക്തി കിട്ടേണ്ട സമയമായി എന്ന് തോന്നിയ വസുദേവൻ നാരദനോട് ചോദിച്ചപ്പോൾ, നാരദനാണ് അങ്ങക്ക് അത് തോന്നിയല്ലേ, പണ്ട് വിദേഹ രാജാവിന് അത് തോന്നിയ സമയത്ത് പാകത്തിന് അദ്ദേഹത്തിന്
നവയോഗികൾ ചെന്ന് പറഞ്ഞു കൊടുത്ത ആ 9 തരം രീതിയിലുള്ള 9 രീതിയിലുള്ള ശ്രൈഷ്ഠ്യം, പ്രസംഗശൈലി അത് ഞാൻ അങ്ങക്ക് കേൾപ്പിച്ചു തരാം. എങ്ങനെ മോക്ഷം നേടാം, എങ്ങനെ മുക്തി നേടാം. അപ്പോഴാണ് നമുക്ക് നിർവചനം പറഞ്ഞു തരുന്നത്. സ്വതവേ തന്നെ നമ്മൾ മുക്തന്മാരാണ്. അപ്പം പിന്നെ മുക്തി നേടാനില്ല. മുക്തോഹം ഭക്തോഹം എന്നുള്ള ആ തോന്നൽ സ്വയം ഉണ്ടാവുകയാണ് വേണ്ടത്. അതില്ലാതെ കണ്ടാക്കുന്ന എന്തൊക്കെയോ ചില അണുജീവികൾ, പാരസൈറ്റുകൾ, ജന്തുക്കൾ നമ്മുടെ രക്തത്തിൽ കളർന്ന് നമ്മളെ ചീത്തയാക്കുക. മുക്തോഹം എന്നുള്ളത് അങ്ങോട്ട് തോന്നണേ ബദ്ധോഹം ബദ്ധോഹം എന്നാണ് നമുക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ മനുഷ്യനായിട്ട് നമ്മൾ നാണല്ലാണ്ട് പാട്ട് പാടാറുണ്ടല്ലോ. എന്താ ധൈര്യമായിട്ട് നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തുനിന്ന് എന്നെ കരകയറ്റിയിടണേ. ഇതാണ് നമ്മുടെ ഒരവസ്ഥ. അവ എന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കണു? ഭാഗവതം മുക്തി പറയണത് അല്ലെങ്കിൽ ഏകാദശസ്കന്ധം പറയണത് അങ്ങനെയല്ല. ഇപ്പോൾ നിരവധി പ്രഭാഷണത്തിൽ നമ്മൾ ഉറപ്പിച്ച് പറയണ കേട്ടില്ലേ? നവയോഗികൾ അത് ഉറപ്പിച്ചു പറഞ്ഞു. മുക്തോഹം എന്ന് ഭാവന ചെയ്യാനുള്ള കഴിവ് നമ്മളിലുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് നാം സ്വതവേ മുക്തന്മാരായിട്ടും അയ്യോ ഞാൻ ബദ്ധനായില്ലോ കുടുങ്ങിപ്പോയില്ലോ നരനായിട്ടിങ്ങനെ ജനിച്ചു പോയില്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതല്ല വേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ 24 ഗുരുക്കന്മാരുടെ കഥയിലും അവരൊക്കെ എല്ലാം നിന്നെ മുക്തോഹം 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 എന്ന് പറയാൻ പഠിപ്പിക്കുകയാണ്. അതൊന്ന് മനസ്സിലാക്കൂ. പൃഥ്വി വായുർ ആകാശം ആപോഗ്നി ചന്ദ്രമാ രവി കപോതോ ജഗര സിന്ധു പതംഗോ മധുർഗജ മധുഹ ഹരിണ മീന പിങ്കള കുരര അർഭക ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ എല്ലാവരും നിന്നെ മുക്തോഹം എന്ന് പഠിപ്പിക്കുന്നു. അവരെടുത്ത സ്വാതന്ത്ര്യം, ആ പിങ്കളെടുത്ത സ്വാതന്ത്ര്യം, ആ കബോധത്തിൻ്റെ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ജ്ഞാനവൈരാഗ്യ ചിറകുകൾ സ്വയം ഉണ്ടായിട്ടും നീ ഉപയോഗിക്കണില്ല? നീയും പറക്കണം മേലോട്ട്, നീയും ചിന്തിക്കണം. പിങ്കളെ പോലെ ദത്താത്രേയൻ പ്രകൃതിയിലെ ഈ വക ശക്തികളെ മുഴുവനും കണ്ടുപിടിച്ച ആളാണ്. പ്രകൃതി എന്നുള്ളത് ഭഗവാൻ നിന്നുണ്ടായതാണെന്ന് കപിലയോഗത്തിൽ സാഖ്യയോഗത്തിൽ ഭഗവാൻ പറയേണ്ടായല്ലോ. ഇവിടെ ദത്താത്രേയൻ്റെ കാഴ്ചപ്പാട് വേറൊരു തരത്തിലാണ്. പ്രകൃതിയിലെ ഈ 24 സാധനങ്ങളും അവിടെ 24 തത്വങ്ങൾ എന്നുള്ള പഠിപ്പിക്കുന്നുണ്ട്. കപിലൻ്റെ കാഴ്ചപ്പാടല്ല ഇവിടെ ദത്താത്രേയൻ്റെ കാഴ്ചപ്പാട്. ദത്താത്രേയൻ കൂടുതൽ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളിലൊരാളായിന്ന് എന്നെ ആ ഗുരു പഠിപ്പിച്ചു, എന്നെ ഈ ഗുരു പഠിപ്പിച്ചു. ഇപ്പോൾ കപിലൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദേവഹൂതിയും പഠിപ്പിച്ചു എന്ന് പറയാനോ. അതുപോലെ സ്വയംഭൂമന് പഠിപ്പിച്ചു, ധ്രുവം പഠിപ്പിച്ചു, പ്രഹ്ലാദം പഠിപ്പിച്ചു, ആയിക്കോട്ടെ. അതുപോലെ ഇപ്പം ഇവിടെ എല്ലാം എന്നെ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് എടുത്തു നോക്കൂ. പ്രകൃതിയിലെ ഒന്നിനെ നിഷേധിക്കുന്ന വെള്ളം, ഭൂമി, വായു, ആകാശം പറഞ്ഞില്ലേ 24 തത്വങ്ങൾ കപിലോപദേശത്തിൽ എണ്ണിപ്പറഞ്ഞതിനെയൊക്കെ ഇവിടെ 24 ഗുരുനാഥന്മാരായിട്ട് ഭാവന ചെയ്ത് കാണുന്നു എന്ന് പറഞ്ഞാൽ ദത്താത്രേയൻ എല്ലാവരും ഗുരുനാഥാനാണ്. എൻ്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ ബാലഹ കുട്ടി, ചെറിയ കുട്ടി ഇങ്ങനെയാണ് ഗുരുനാഥനാവണേ. ആ ചെറിയ കുട്ടി കിളുകൾ ചിരിച്ച് ഒരു പൂച്ചയെ കണ്ടാലും ഒരു പൂ കണ്ടാലും ഒക്കെ കൗതുകമായിട്ട് കണ്ട് ചിരിച്ചങ്ങനെ കിടക്കുമ്പോൾ ആ കുട്ടിയുടെ മുഗ്ധനായ കുട്ടിയുടെ പരമാനന്ദം ഒന്ന് ആലോചിച്ച് നോക്കൂ. വാസ്തവത്തിൽ ആ മുഗ്ധത, ആ പരമാനന്ദ അനുഭവം ഉള്ളവനാണ് നമ്മൾ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ അഹങ്കാരം കൊണ്ട് അതൊക്കെ മാറ്റി ഈ പറഞ്ഞ തെറ്റായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി വെക്കണത്. അപ്പോൾ ആദ്യം കുട്ടിയാവുമ്പോൾ ഉള്ള പരമാനന്ദം പിന്നെ ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, ക്രമേണ വളരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുക ചെയ്യണത്. അല്ല, ആ ബാലൻ്റെ മുഗ്ധഭാവം, ആ ബാലൻ്റെ നിഷ്കളങ്കത, ആ ബാലൻ്റെ എന്ത് കണ്ടാൽ ചിരിക്കുന്ന കൗതുകം അത് നമുക്ക് കാത്തു സൂക്ഷിക്കാറാവണം.
ഇതാണ് 24 ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്ന് ദത്താത്രേയം പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ വന്ദിക്കാം. ഒടുവിൽ അദ്ദേഹം പറയണു, ഇതൊക്കെ കണ്ടു പഠിക്കാൻ, കണ്ണ് കേട്ടു പഠിക്കാൻ, ചെവി വാസനിച്ച് പഠിക്കാൻ, തൊട്ട് പഠിക്കാൻ, ഇങ്ങനെ പല പല അവയവങ്ങളോട് കൂടിയ നമ്മളെ ഭഗവാൻ സൃഷ്ടിച്ചു തന്നില്ലേ? അപ്പോൾ സ്വയം നോക്കുക, ദേഹോ ഗുരുർമമ. ഈ ശരീരം ഉള്ളതുകൊണ്ടല്ലേ ഇപ്പം ഇതൊക്കെ പറയാറായത്. അപ്പോൾ ദേഹത്തിലെ കണ്ണുകൊണ്ട് കണ്ടു പഠിക്കുന്നു, ദേഹത്തിലെ ചെവി കൊണ്ട് കേട്ടു പഠിക്കുന്നു. ഇങ്ങനെ ഓരോന്നും 10 ഇന്ദ്രിയങ്ങൾ, അവയുടെ പലതരം ചേഷ്ടകൾ, ഇതിൽ കൂടെ നാം ഇക്കണ്ടതിനെയെല്ലാം ഗുരുനാഥന്മാരായിട്ട് കണ്ടുപഠിക്കണം. അത് പറഞ്ഞു കേൾപ്പിച്ചു. ദത്താത്രേയൻ്റെ 24 ഗുരുക്കന്മാരുടെ കഥ പറഞ്ഞതോടെ അതിൽ പിങ്കളയുടെ കഥ വളരെ 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 മഹത്തായിട്ട് നമ്മൾ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ ദത്താത്രേയൻ എന്ന ഗുരുനാഥൻ അകത്തേക്ക് കടന്ന് ഒരു സ്ഥലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നത് വരെ പിങ്കളയ്ക്ക് ആസക്തി 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 അതുതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ? ഒരാളോട് വരും, ആളോട് പണം ചോദിക്കും, അയാൾ താൻ പറഞ്ഞ പണം തന്നില്ലെങ്കിൽ അയാളോട് പോകാൻ പറയും. ഒരു കൂസലൊന്നുമില്ല എന്നർത്ഥം. അകത്തേക്ക് കാല് വയ്ക്കാൻ എത്രായിരം പണം വേണം എന്നൊക്കെ അതിഗംഭീരം കവികൾ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ 10 അച്ചങ്ങ് പടിപ്പുരയ്ക്ക് പുറമേ നിൽക്കാൻ, പിന്നെ അകത്തേക്ക് കാല് വയ്ക്കാൻ പിന്നെയും പണം, പിന്നെ ആളെ ഒന്ന് കാണണമെങ്കിൽ പിന്നെയും പണം, ഇങ്ങനെ എത്ര പണം കൊടുത്താലും മതിയാവാത്ത ഒരു വേശ്യാസ്ത്രീയായിട്ട് പിങ്കളാ നാമ വേശ്യാസിയിൽ പഠിപ്പിച്ചു. എന്തിനു വേണ്ടിയാ? നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ ഒരാൾ വായിക്കുന്നിടത്ത് പറയുന്നുണ്ടായി, കയറി വന്ന് പറഞ്ഞു, ഭാഗവതത്തിൽ ആ വാക്ക് നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് പറയരുത്, പിങ്കളാ നാമ വേശ്യാസിയിൽ എന്നുള്ളത് നിങ്ങൾ അവിടെ ആ 2 അക്ഷരം പറയാതിരിക്കൂ ഭാഗവതം വായിക്കുമ്പോൾ. വളരെ ഭക്തി ബഹുമാന ആദരവോടായിടും എന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞ് ദത്താത്രേയം പറഞ്ഞ് ഭാഗവതത്തിൽ വേദവ്യാസാദികളും പറഞ്ഞ് അച്ചടിച്ച് വരുമ്പോൾ അത് പറയാണ്ട് വായിക്കണം എന്നൊക്കെ പറയണത് എനിക്കിപ്പോൾ അങ്ങനെ പറ്റില്ല. നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ച് ഗുരുനാഥന്മാരൊക്കെ നിർബന്ധം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയുണ്ടായത്. അപ്പോൾ അത്രമാത്രം നികൃഷ്ടമാണ് ആ 2 അക്ഷരം എന്ന് നമുക്ക് തോന്നുക. എന്തിന്? അപ്പോൾ അവർക്കും അത് സ്വയം തോന്നി ദത്താത്രേയനെ കണ്ടപ്പോൾ എന്നർത്ഥം. അതേവരെ വരണവരെയൊക്കെ പറഞ്ഞയച്ചു, പോരാ പണം, പണം പോരാ, പണം പോരാ എന്നും പറഞ്ഞ് അയച്ചിരുന്ന ആ സ്ത്രീ ദത്താത്രേയൻ അവിടേക്ക് കടന്നുകൂടി ഒരിക്കൽ ചുരുണ്ടുകൂടിയതായിട്ട് അനുസ്മരിച്ചാൽ അദ്ദേഹത്തിൽ തട്ടിയിട്ടുള്ള കാറ്റ് ഏറ്റപ്പോഴേക്കും മാറ്റം വന്നു. നിഷീധം സമപദ്യത. ഏതൊരു നിഷീധത്തിലാണോ? നിഷീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ. ശ്രീകൃഷ്ണൻ അവതരിച്ചത് ആ നിഷീധം കഴിഞ്ഞതോടെ അവൾക്കും ഏതോ ഒരു സന്യാസി എൻ്റെ പടിക്കൽ കടന്നുകൂടി അവിടെ ഏതോ ഒരു പൂച്ചട്ടി വെച്ചതിൻ്റെ ഇടയിലോ എവിടെയോ കിടന്ന് ഉറങ്ങണു. അദ്ദേഹത്തിൽ തട്ടിയിട്ടുള്ള കാറ്റ് എന്നിലേക്ക് തട്ടിയപ്പോഴേക്കും എന്താ എനിക്ക് ഈ മാറ്റം? അവൾ സ്വയം നോക്കിയിത്രേ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്. എന്തിനാ താനിങ്ങനെ വേഷം കെട്ടിയിരിക്കണത്? വേഷം കെട്ടിയതിനോടൊക്കെ ഒരു അസഹ്യമായ വെറുപ്പും ദേഷ്യവും വന്നു. മൂക്കുത്തിയും കുടക്കണക്കിനും തലയിലെ ആഭരണങ്ങളും വെച്ച് കെട്ടിയിട്ടുള്ള ഓരോന്നോരോന്നായിട്ട് വലിച്ചെറിഞ്ഞ് മതിയാവണില്ല അവൾക്ക്. അവിടെ വരണവരെ സ്വീകരിക്കാൻ വെച്ച പനീർ കുപ്പികൾ, പാലപ്പഴം തുടങ്ങിയത് അതൊക്കെ ജനൽ കൂടെ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുക. പൂക്കൾ, മാലകൾ, ബൊക്കകൾ, അയ്യയ്യോ അതൊക്കെ വലിച്ചെറിഞ്ഞ കൂട്ടത്തിൽ ഏതോ ഒരു ബൊക്കയോ മാലയോ ഈ ചുരുണ്ടുകൂടി കിടക്കണം ദത്താത്രേയൻ്റെ ദേഹത്തും വന്നു ചേർന്നു. അദ്ദേഹം വിചാരിച്ചു, ഇതാരാ എന്നെ പനിയിൽ അഭിഷേകം ചെയ്ത് പൂക്കൾ അർച്ചിച്ച് ആദരിക്കണത്? അവർക്ക് നേരെയാവട്ടെ എൻ്റെ ഈശ്വര. അദ്ദേഹം മേലെ വന്ന വീണ പൂക്കളും മാലകളും ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ കിടന്നു. പക്ഷെ ആ സജ്ജന ശിരോമണിയുടെ ഉള്ളിൽ ഇതാരാണാവോ അവർക്ക് നേരെയാവട്ടെ ഈശ്വര എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവാം. പിങ്കളാ നാമ വേശ്യാസി വിദേഹനഗരേ പുരാ തസ്യാമേ ശിക്ഷിതം. എണീറ്റിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഈ പിങ്കള വൈരാഗ്യം വന്ന് അതിന് അവൾ
സ്വീകരിക്കാൻ വന്ന ആളുകളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി വെച്ച സാധനങ്ങൾ വലിച്ചെറിഞ്ഞതാണ്. അവൾക്ക് വൈരാഗ്യം വന്നതോടെ അദ്ദേഹത്തിനും സമാധാനമായി. അദ്ദേഹം അവിടുന്ന് എവിടെയൊക്കെയോ എണീറ്റ് പോവുകയും കഴിഞ്ഞു. പിങ്കൾ അവിടുന്ന് ഓടി വന്ന് ഇപ്പോൾ ഒരു കാവ്യമുണ്ടും ഒരു രുദ്രാക്ഷമാലയാണ് അവളുടെ വേഷം എന്ന് നമുക്ക് വിചാരിക്കാം. അവിടെ ഒരു ആലിൻ്റെ ചോട്ടിലിരുന്ന് അവളും പാട്ടുപാടി. അവളെന്താ പാട്ടുപാടിയത്? സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യം ഇമം വിഹായ അകാമദം ദുഃഖഭയാധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. ഈ ശരീരം കൊണ്ട് എത്ര 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 നല്ല കാര്യങ്ങൾ ചെയ്യാം. സീതാദേവി ജനിച്ച ഈ നാട്ടിൽ അതാണ് വിദേഹാനാം പുരേഹ്യസ്മിൻ അഹമേകൈവ മൂഢധീഹി. നമ്മൾ കേട്ടില്ലേ? വിദേഹ മഹാരാജാവിൻ്റെ യോഗ്യത നാമസ്കന്ധത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷിയുടെ ഗുരുനാഥനാണ് പോൽ ജനക മഹാരാജാവ്, ഒരു വിദേഹ മഹാരാജാവ്. വൈദേഹി വിദേഹ മഹാരാജാവിൻ്റെ പുത്രി എന്നുള്ള അർത്ഥമല്ലേ? വിദേഹത്തിലെ രാജാവ്, അദ്ദേഹത്തിൻ്റെ പുത്രി സീത, രാമനോട് ചേർന്ന സീത. ആ സീതാരാമന്മാരെ ഓർക്കരുതേ. വിദേഹത്തിൽ ജനിച്ചവർക്കൊക്കെ വൈദേഹിയെ ഓർക്കാതെ പറ്റുമോ? മൈഥിലിയെ ഓർക്കാതെ പറ്റുമോ? ആ മൈഥിലി വൈദേഹി സീത ജനിച്ച നാട്ടിൽ അഹമേകൈവ, ഞാൻ ഇങ്ങനെ ഒരു വൃത്തികെട്ട ജീവിതം നയിച്ചൂലോ എന്നുള്ള പശ്ചാത്താപങ്ങൾ വന്നതോടെ അവൾ ആകെ മാറി. അവൾ പറയേണ്ടത് പറഞ്ഞു. അത് ദത്താത്രേയൻ പറയുക യദുവിനോട്. ഞാനത് കേട്ടു. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം യഥാ സഞ്ചിത്യ കാന്താശാം സുഖം സുഷ്വാപിംഗള. ഇന്നലെ വരെ എനിക്ക് ആർത്തിയായിരുന്നു പോരാ 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 പോരാന്ന്. ഇന്നെനിക്കോ ആ പോരാ 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 എന്നുള്ള ആർത്തി പിടിച്ച ആശാവൈഭവം, ആശകളാകുന്ന തിരമാലകൾ എന്നെ അടിച്ചടിച്ചടിച്ച് തളർത്തി. ഇന്നെനിക്ക് ഒന്നും വേണം തോന്നണില്ല. മാല വേണ്ട, വള വേണ്ട, സാരി വേണ്ട, ഒന്നും വേണ്ട. പിന്നെയോ ഒന്നും വേണ്ട, ഭഗവാനെ മാത്രം മതി. സ്വന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം എല്ലാം 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 തരുന്ന ആ സീതാരാമൻ, ആ മഹാ ജഗദീശ്വരൻ, ആ പ്രേമസ്വരൂപൻ എൻ്റെ ഉള്ളിലിരിക്കെ ഈ ശരീരം കൊണ്ട് നേടുന്ന വൃത്തികെട്ട ആശ മാത്രം ഞാൻ കൊതിച്ചുകൂടോ? അറയ്ക്കുന്നു എനിക്ക്. അതുകൊണ്ട് ശരീരത്തിലെ അസ്ഥികൾ യദസ്ഥിഭിർ നിർമ്മിത വംശവംശ്യത്തൂണം ത്വചാരോമ നഖൈപ്പിനദ്ധം ക്ഷരം നവദ്വാരമകാരമേതൽ വിൺമൂത്രപൂർണം മധുപൈലികാന്യ. ഈ മൂത്രമലങ്ങൾ നിറഞ്ഞ വൃത്തികെട്ട സാധനങ്ങൾ മാത്രം നിറച്ച ശരീരത്തിൽ നിന്ന് എന്ത് സുഖമാണ് ഞാൻ മോഹിച്ചത്. അജ്ഞാ, ഇത്ര വിഡ്ഢിത്തം എനിക്ക് പറ്റിയല്ലോ, ഇനിയില്ല, ഞാൻ തിരുത്താൻ പോണു എന്നങ്ങട് വന്നതോടെ ഉപശമമാസ്ഥായ കാന്തദർശജാം ഛിത്വ ദുരാശാം ഛിത്വ, ആശകളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ഇപ്പോൾ അവൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാറായി. ശയ്യാമുപവിവേശ സാ കാന്താശാം ഹിത്വ സുഖം സുഷ്വാപ പിങ്കള. ആ പിങ്കള എന്ന വേശ്യാസ്ത്രീയുടെ ഈ മാറ്റത്തിന് ഞാൻ ദീർഘപണ്ഡിതൻ നമസ്കരിച്ചുകൊണ്ടാണ് പോന്നത്. യദുമഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ദത്താത്രേയൻ ഇതുപോലെ പ്രകൃതിയിലുള്ള ഓരോന്നും എത്രമാത്രം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അത് നമുക്ക് പകർന്നു തരുന്നു എന്നുള്ളതാണ് ദത്താത്രേയൻ്റെ വൈഭവം. അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പണ്ട് തൻ്റെ അടുത്ത് വന്ന പ്രഹ്ലാദന് പറഞ്ഞു കൊടുക്കേണ്ടായി. അങ്ങ് സാക്ഷാൽ നരസിംഹമൂർത്തിയുടെ ആളായതുകൊണ്ട് എനിക്ക് അങ്ങോടത് പറയാൻ സന്തോഷമുണ്ട്. അന്ന് അദ്ദേഹത്തിന് ഏകദേശം 2 ഗുരു ഉണ്ടായി എന്നേ അദ്ദേഹം പറയണുള്ളൂ. ഇതുപോലെ 24 ആയിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ 24 ഗുരുക്കന്മാരുടെ അനുഗ്രഹം നേടിയ, അപ്പോൾ കൂടുതൽ 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 ഗുരുക്കന്മാരുണ്ടാവും തോറും താൻ കൂടുതൽ 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 ബാലനായി, കുട്ടിയായി, പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നവനായി എന്നാണ് അദ്ദേഹത്തിന് തോന്നുന്നത്.
അപ്പം അങ്ങനെ മാറിയ ആ മാറ്റം ഇവിടെ ഭഗവാൻ എടുത്തു പറഞ്ഞു ഉദ്ധവനോട് എന്നർത്ഥം. ഉദ്ധവ, ഒരു ഗുരുവിനെ കിട്ടിയാൽ ആ ഗുരുവിൽ നിന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ പഠിക്കാം എന്ന് ലോകത്തെ പഠിപ്പിച്ച വലിയൊരു ഗുരുവായിരുന്നു ദത്താത്രേയൻ. ആ ദത്താത്രേയനെ മാനിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഉദ്ധവൻ ശ്രദ്ധിച്ചു. പിന്നീട് ഭഗവാൻ ഉദ്ധവന് വേണ്ടി നിരവധി കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് സത്സംഗത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 10 അധ്യായം ഏകാദശത്തിൽ യദു ദത്താത്രേയ സംവാദങ്ങളുടെ ഭാഗമായിട്ട് മാറി. 7-ാം അധ്യായം മുതലുള്ള ഭഗവാന്റെ ഉപദേശം ആ 3 അധ്യായങ്ങളുടെ ഒരു ഭാഗം പൂർണ്ണമായി. പിന്നെ ഭഗവാൻ നേരിട്ട് ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ബദ്ധൻ, മുക്തൻ എന്നിവരുടെ അവസ്ഥ. ഒരാൾക്ക് തന്നെ ചിലതൊക്കെ തന്നെ കെട്ടിയിടുന്നത് പോലെ തോന്നാം, ചിലതൊക്കെ തനിക്ക് മോചനം തരുന്നതായിട്ടും തോന്നാം. അപ്പോൾ മോചനം തരുന്ന വസ്തുക്കളും കെട്ടിയിട്ടു എന്ന് തോന്നിക്കുന്ന വസ്തുക്കളും ചിലപ്പോൾ ഒന്നായി എന്ന് വരാം. മുക്തിക്ക് സാധകമാകുന്നു ഇന്നലെ വരെ ബന്ധിച്ചു എന്ന് തോന്നുന്ന അതേ സാധനം അല്ലേ. കയറ എടുത്ത് ഒരു തരത്തിൽ വളച്ച് ഇട്ടാൽ അത് കെട്ടായി എന്ന് പറയും. അത് വിപരീതം തിരിച്ചെടുത്താലോ അപ്പം അത് മോചനായി എന്ന് പറയും. ഇത്രേ വ്യത്യാസമുള്ളൂ. അത് ലോകത്തിന് കാണിച്ചു കൊടുത്ത ആളാണല്ലോ ഒരുമേൽ യശോദയുടെ പ്രേമത്താൽ കെട്ടിയിടപ്പെട്ട ദാമോദരൻ. ദാമം കൊണ്ടമ്മ പിടിച്ചു വെട്ടി വരിഞ്ഞിട്ടു. അതുകൊണ്ട് എന്തായി, ദാമോദരൻ എന്നുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ ലീല ലോകത്തൊക്കെ പ്രസിദ്ധമായി. അങ്ങനെ കെട്ടിയിടാൻ ഒരു കയറുണ്ടോ എന്ന് ആളിലൊക്കെ അന്വേഷിക്കാറായി. യശോദ പ്രേമബദ്ധസ്യ, അതേപോലെ യശോദയുടെ പാശം പോലെ ഇനിയും ആരെങ്കിലും കയ്യിലുണ്ടോ? യശോദയുടെ പ്രേമം കൊണ്ട് ബദ്ധനായ ഭഗവാനെ നന്ദപ്രേമൈവ മുച്യതേ, നന്ദഗോപൻ്റെ പ്രേമം മോചിപ്പിക്കുന്നു. ഒരമ്മ പ്രേമം കൊണ്ട് കെട്ടിയിടുന്നു, അത് ആ ഉണ്ണിയെ തന്നെ അച്ഛൻ പ്രേമം കൊണ്ട് അഴിച്ചുവിടുന്നു. ഇതൊക്കെ നമുക്ക് സജ്ജനങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ബദ്ധ മുക്ത ഭാവങ്ങളെ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കി തരണം. വാസ്തവത്തിൽ നമുക്ക് കെട്ടില്ല, അപ്പോൾ പിന്നെ മോചനത്തിൻ്റെ മാർഗവും വേണ്ടതില്ല. പക്ഷേ കെട്ടിൽപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഒക്കെ മോചനത്തിന് മാർഗവും വേണം. ആ മോചനത്തിന് മാർഗങ്ങൾ ഇനവധി പറഞ്ഞു. നരോധയതി മാം യോഗ ന സാഖ്യം ധർമ്മ ഏവച ന സ്വാധ്യായ തപ ത്യാഗ നേഷ്ടാപൂർത്തം ന ദക്ഷിണ വ്രതാനി യജ്ഞഛന്ദാംസി തീർത്ഥാനി നിയമായ മാം യഥാവരുന്ധേ സത്സംഗ സർവസംഗാപഹോഹി മാം. നമുക്ക് ചിലപ്പോൾ ഈ ബന്ധനത്തിന് ആയ സാധനം തന്നെ മോചനത്തിനും കാരണമാകാമെന്ന് പറഞ്ഞല്ലോ. നമുക്ക് മോചനത്തിനായി മുക്തിക്കായി ഭഗവാൻ തന്നതൊക്കെ ബന്ധനത്തിനായിട്ട് മാറുക. ഇപ്പം ഭാര്യ ആവാം, കുട്ടികളാവാം, പണമാവാം, വീടാവാം. പക്ഷേ അതിലൊക്കെ ആസക്തി വന്നാൽ, അതൊക്കെ തനിക്ക് കെട്ടായിട്ട് പെട്ടുപോയതോ എന്ന് തോന്നാനിടയായാൽ അപ്പോൾ അതിൽ നിന്നൊക്കെ വൈരാഗ്യം കൊണ്ട് മോചനം നേടാൻ ശ്രമിക്കണം. അത് സ്വാഭാവികമായിട്ട് ഒരു പണിയെടുക്കാതെ കിട്ടിയവരാണ് ഗോപികൾ. അവർക്ക് ഭഗവാനുമായിട്ടുള്ള പ്രേമബന്ധം അനുഭവപ്പെട്ടപ്പോൾ, ഭഗവതിയെ സേവിച്ച് ഭഗവതി അത് അനുവദിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എന്തായി? അവർക്ക് ഒരു തരത്തിലുള്ള ബന്ധനവും ഇല്ല. ഓടക്കുഴൽ വിളി എവിടെ കേട്ടു? കുഴൽ വീണിയപ്പോൾ അവർ കുട്ടിയെ ഇട്ടും മണ്ടി. കുട്ടി വേണ്ട, ഭർത്താവ് വേണ്ട, വീട് വേണ്ട, അവിടെ നെല്ല് കുത്തണ്ട, ചൂലെടുക്കണ്ട, അടിച്ചു വാരണ്ട, പാത്രം കഴുകണ്ട. ഇതൊക്കെ ചെയ്തത് കാരണം കൃഷ്ണനെ കാണാനൊന്നും പോകാൻ പറ്റണില്ലല്ലോ. ഇതൊക്കെ ഇത്ര ബന്ധനങ്ങളായാലോ എന്ന് തോന്നിയവർക്ക് തന്നെ അതൊക്കെ എല്ലാം വിട്ടെറിഞ്ഞ് ഓടിപ്പോയപ്പോൾ മുക്തിക്ക് കാരണമായില്ലേ എന്നാണ് ഭാഗവതം ചോദിക്കണത്. അതാണ് ഗോപസ്ത്രീകൾ ചെയ്തതും. ഇന്നലെ വരെ ചെയ്തിരുന്നതെല്ലാം കൃഷ്ണന് വേണ്ടിയാണ്. ഇന്നിതാ എല്ലാം വേഗം കഴിച്ച് പോകുന്നു കൃഷ്ണൻ്റെ അടുത്തേക്ക്. ഓടക്കുഴൽ വിളി കേൾക്കാറാവുമ്പോഴേക്കും പോവാറാവണം. ഇതാണ്. അപ്പം അങ്ങനെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാമെന്നർത്ഥം.
ഇപ്പോൾ ഇത്ര മണിക്ക് അമ്പലത്തിൽ പോകണം, ഇത്ര മണിക്ക് ഭാഗവതം വായിക്കണം എന്നൊരു നിയമം വെച്ചാൽ ആ സമയമാവുമ്പോഴേക്കും അമ്പലത്തിൽ ചെന്നില്ലെങ്കിൽ അമ്പലത്തിൽ നട അടയ്ക്കും, അമ്പലത്തിൽ ദീപാരാധന കഴിയും, അമ്പലത്തിലെ പൂജയും തീർത്ഥം തളിക്കലുമൊക്കെ കഴിയാൽ വയ്യ. അപ്പോൾ ഒരു സമയം നമ്മൾ വെച്ചു. നമ്മുടെ ബാക്കിയുള്ള ജോലികളൊക്കെ അതിന് മുമ്പ് കഴിച്ച് കൃത്യം ദീപാരാധനയായപ്പോൾ കൃത്യം നട അടച്ച് തീർത്ഥം തളിക്കാറാവുമ്പോൾ അവിടെ നമ്മളെത്തും ഇല്ലേ. അപ്പോൾ ഓരോന്നിന് നമ്മൾ വയ്ക്കുന്ന ചില നിയമങ്ങൾ ആദ്യമൊക്കെ ബന്ധനമാണെന്ന് നമുക്ക് തോന്നിയാലും അങ്ങനെയുള്ളൊരു അടുക്കളപ്പണി അപ്പോഴേക്കും ഭർത്താവ് വിളിച്ചു, അപ്പോഴേക്കും കുട്ടികളൊക്കെ ഓരോന്ന് ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ തോന്നിയിരുന്നു തന്നെ ഒക്കെ പാകത്തിന് ചെയ്തു വരുമ്പോഴൊക്കെ എന്തായി, ഒക്കെ ഭഗവാന് വേണ്ടി ഭഗവാന്റെ ഓടക്കുഴൽ വിളി കേൾക്കുമ്പോഴേക്കും പോകാൻ വേണ്ടി ബാക്കിയുള്ളതൊക്കെ കഴിച്ച് തയ്യാറാവുക എന്നുള്ള നില വരും. അത് ഗോപസ്ത്രീകൾക്ക് വന്നു. അത് പറഞ്ഞു ഭഗവാൻ വിസ്തരിച്ച്. പിന്നീടാണ് ഭഗവാൻ ഹംസാവതാരം നടത്തിയ കഥ ഉദ്ധവൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. സനകാദികൾ ഒരിക്കൽ ഉദ്ധവ ബ്രഹ്മാവിനോട് ചെന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് ബ്രഹ്മാവിന് പോലും മറുപടി പറയാനായില്ല. ആ സമയത്ത് സമാമ ചിന്തയദ്ദേവ പ്രശ്നഭാരതി ദീർഷയ തസ്യാഹം ഹംസരൂപേണ സകാശമഗമം തഥാ. അപ്പോൾ ബ്രഹ്മാവ് എന്നെ വിളിച്ചു, ഞാൻ ആ ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മനസ്സ് വിഷയങ്ങളിലേക്ക് അങ്ങോട്ട് പോവുകയാണോ, വിഷയങ്ങൾ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരികയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവർ ചോദിച്ചത്. ബ്രഹ്മാവിന് ഇപ്പോൾ എന്താ പറയേണ്ടത് മനസ്സിലാണ്. പാല് വെള്ളത്തിലേക്ക് ചേർക്കുകയാണോ, വെള്ളം പാലിലേക്ക് ചേർക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. അപ്പം ഞാൻ ഹംസമായിട്ട് അവിടെ വന്നു. ആ ഹംസമായിട്ട് വന്നപ്പോൾ പാലും വെള്ളവും ചേർത്ത് വെച്ചാലും അതിലേക്ക് കൊക്കിട്ടാൽ വെള്ളം അതിൽ ബാക്കി നിൽക്കും, പാല് മാത്രമായിട്ട് വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഹംസത്തിനുണ്ട് എന്നാണ് പറയണത്. എല്ലാവരും പരമഹംസന്മാർക്കുണ്ട്. ഈ വിഷയങ്ങൾ നിറഞ്ഞ ലോകത്തുനിന്ന് വിഷയങ്ങളെയൊക്കെ വിട്ട് ഭഗവാൻ നൽകുന്ന പരമാനന്ദാമൃതരസം തന്നെ ഇതിൽ നിന്നൊക്കെ എടുക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഇന്നലെ വരെ വിൺമൂത്രപൂയ ശോണിതമേതമോ മാംസവസാവാഹിന്യാം എന്ന് വിചാരിച്ചിരുന്ന ഈ ശരീരത്തിന് ഇതൊക്കെ ഉള്ള ഒരു ശരീരം ഉണ്ടെങ്കിലല്ലേ ഭഗവാനെ സേവിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുമ്പോൾ അതേ മാലിന്യങ്ങളൊക്കെ തന്നെ ഭഗവാനെ സേവിക്കാനുള്ളതായിട്ട് മാറ്റുന്ന ഒരു ശരീരഘടനയായിട്ട് കാണുമ്പോൾ ഒക്കെ ഭഗവത് അനുഗ്രഹം. അപ്പോൾ പാലും വെള്ളം ചേർത്തേന്ന് പാലിനെ എടുത്തു എന്ന് മനസ്സിലാക്കാം. ഇത് കാണിച്ചു കൊടുക്കുന്ന, ഉപദേശിച്ചു കൊടുക്കുന്ന ഹംസാവതാരം ഇവിടെ വർണ്ണിച്ചു. പിന്നീടാണ് ഉദ്ധവൻ ചോദിച്ചതനുസരിച്ച് ഭഗവാൻ ഭക്തിയോഗത്തെക്കുറിച്ച് കുറച്ചധികം പറഞ്ഞത്. ഭക്തിയോഗോ ബഹുവിധ, കപിലോപദേശത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള ഭക്തിയുണ്ട്. അതിൽ നമുക്ക് ആവുന്നതുപോലെ വേണ്ടത് സ്വീകരിക്കാം എന്നാണ്. അപ്പോൾ രാജസഭക്തി, സാത്വിക ഭക്തി, അതേപോലെ തമോ ഗുണഭക്തിയുണ്ട്. ഭാഗവതത്തിനതാ പ്രത്യേകത. താമസ രാജസ സാത്വിക ഭക്തി എന്ന് പറഞ്ഞ അവസാനം നിർഗുണഭക്തിയെയും പറയണം. അതൊന്നും ഭക്തിയല്ല, രജോ ഗുണ തമോ ഗുണാദികൾ എന്ന് വാദിക്കുന്നവരുണ്ടാവാം. ഭാഗവതത്തിൻ്റെ ഭാഷ അങ്ങനെയല്ല, അതും ഒരു ഭക്തി. അത് മടിയൂർ അദ്ദേഹം എല്ലാവരോടും പ്രത്യേകം പറയണത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ രജോ ഗുണഭക്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല, തമോ ഗുണഭക്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതല്ല. അതിനും ഭഗവാൻ ഭക്തി എന്ന് പേരിട്ട് മാനിച്ചിരിക്കുകയല്ലേ. അപ്പോൾ രജോ ഗുണഭാവം ഭക്തിയിലേക്ക് കടന്നു വരുന്നുണ്ട്, തമോ ഗുണഭാവം ഭക്തിയിലേക്ക് കടന്നു വരുന്നുണ്ട്. സാത്വിക ഭാവമായാലും പോരാ, നിർഗുണഭക്തി ആവണം. അതിന് നമ്മൾ പരിശ്രമിച്ചാൽ മതി, അത് തന്നാലെ ഭഗവാൻ ആക്കിത്തരും എന്ന് ഭക്തിയോഗത്തിൻ്റെ പ്രത്യേകതകളെ പറ്റി പറഞ്ഞുകൊണ്ട് ഉദ്ധവൻ ഉപദേശിച്ചു കൊടുത്തു. പിന്നെ ഉദ്ധവൻ ചോദിച്ച വളരെ പ്രധാനമായിട്ടുള്ള ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നിവരുടെ നിയമങ്ങൾ അതൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞ് ജ്ഞാനം, കർമ്മം, ഭക്തി എന്നുള്ള വൈവിധ്യങ്ങൾ അതും എടുത്തു പറയുകയുണ്ടായി. ആ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം എന്നുള്ളതിലൊക്കെ ഈ പറഞ്ഞ രജോ ഗുണ, തമോ ഗുണ, സാത്വിക ഭാവങ്ങളെ ആവുള്ളൂ. നിർഗുണ ഭക്തിയുടെ പ്രത്യേകത നമുക്ക് പറയാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞപ്പോൾ ഗോപസ്ത്രീകളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അത് ഉദ്ധവനും കൃതാർത്ഥതയായി. വൃന്ദാവനത്തിൽ ചെന്ന് അവിടെ മണ്ണ് കണ്ട് അത് നന്ദഗോപസ്ത്രീകളുടെ പാദരേണുവാണല്ലോ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ പാദത്തിലേക്ക് വെച്ച് വീണ് നമസ്കരിച്ചില്ലേ ഉദ്ധവ?
അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാണ്. അതുകൊണ്ട് ത്വന്തു ഭാഗവതേഷ്വഹം, ഭഗവാൻ ഇവിടെ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത് വിഭൂതി യോഗം പറയുമ്പോൾ ഓരോന്നിനും വെച്ച് ഏറ്റവും നല്ലത് ഭഗവാൻ, ഓരോന്നിനും വെച്ച് ഏറ്റവും നല്ലത് ഭഗവാൻ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു, ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും നല്ലത് ആരാന്നിപ്പോൾ പറയാൻ പറ്റുമോ ഉദ്ധവ? അത് അവിടുന്ന് തന്നെ പറയുക. എന്നാൽ ഞാൻ പറയട്ടെ, ത്വന്തു ഭാഗവതേഷ്വഹം, ഭാഗവതന്മാരിൽ, ഭക്തന്മാരിൽ, എന്നോട് സ്നേഹമുള്ള സജ്ജനങ്ങളിൽ ഏറ്റവും വലിയൊരാളായിട്ട് ഞാൻ തന്നെ എന്നെ ബഹുമാനിച്ചു കൊണ്ട് പറയുകയാണല്ലോ വിഭൂതി. ആ വിഭൂതി മുഴുവനും ഉദ്ധവ അങ്ങക്കുണ്ട്. അതുകൊണ്ട് അങ്ങാണ് ഭാഗവതോത്തന്മാരിൽ അങ്ങേയറ്റത്തെ ആള് എന്ന് ഭഗവാൻ സമ്മതിച്ച് കേൾക്കുമ്പോൾ എന്താവും ആ ഉദ്ധവൻ്റെ ഒരു കൃതാർത്ഥത? അത് നമ്മൾ ആലോചിക്കുക. ആ ദിവ്യമായ കൃതാർത്ഥതയുടെ മുമ്പിലാണ് ഉദ്ധവൻ പിന്നെയും നമുക്ക് വേണ്ടി ഭഗവാനോട് നിരവധി ചോദ്യങ്ങൾ സ്വീകരിച്ച് ഇതാ ഇനി ക്രമേണ അവിടുത്തെ ഉപദേശം പൂർണ്ണമാവുമ്പോൾ അതിലെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം. ഓരോ 96 തത്വങ്ങളെക്കുറിച്ച് ചോദിക്കലുണ്ട്. പിന്നെ സാക്ഷാൽ എന്താ വളരെ പ്രധാനമായ ഒരു ബ്രാഹ്മണ ഉത്തമൻ്റെ കഥ പ്രത്യേകമായിട്ട് ഉദ്ധവനോട് സൂചിപ്പിച്ചപ്പോൾ അത് വിസ്തരിച്ച് പറയണം എന്ന് പറയേണ്ടായി. അപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് കണ്ട ഒരു രംഗം, തൻ്റെ കുട്ടിക്കാലത്ത് പഠിക്കണ കാലത്ത് കണ്ട രംഗം, അത് ഒരു കഥയായിട്ട് പറഞ്ഞ് ഉദ്ധവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയുള്ള ഭാഗങ്ങളിൽ കേൾക്കാം. ഒടുവിൽ ഉദ്ധവനെ മെരിയടി കൊടുത്ത് യാത്രയാക്കുന്ന രംഗവും അത് സജ്ജന ശിരോമണികളുടെ വാക്കിൽ കൂടെ കേൾക്കാനിടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ സമർപ്പിക്കട്ടെ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോ